കൂട്ടുകാരെ, നമുക്കിന്ന് സോയാബീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, കുറച്ച് ജീരകം, കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സവാള അരിഞ്ഞത് അതും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് 2 തക്കാളിയാണ് അവിടെ എടുത്തിട്ടുള്ളത്. കുഞ്ഞു തക്കാളിയാണ്, അത് അരിഞ്ഞിട്ട് ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മസാലക്കൂട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം, മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഉരുളൻകിഴങ്ങും കൂടെ ആഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഈ സോയാബീൻ മുന്നേ തന്നെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്നട്ടും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലിനി വെജിറ്റബിൾസ് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി അതിലേക്ക് ബിരിയാണി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു നാഴി ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. എന്നാൽ 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വന്ന് എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്തുള്ള സോയാബീൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അച്ചാറും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂട്ടി കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കിവിടെ അച്ചാറില്ലാത്തതുകൊണ്ട് ഞാൻ മാന്തൽ വറുത്തതുണ്ടായിരുന്നു, മാന്തൽ വറുത്തത് കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ